ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ധീര ബലിദാനത്തിന് ഇന്ന് 25 വയസ്സ്. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്നു യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം. ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിന പരിപാടി കഴിഞ്ഞു മടങ്ങുമ്പോൾ 2013-ൽ മറ്റൊരു BJP പ്രവർത്തകനായ വിനോദിനെയും CPM-കാർ കൊലപ്പെടുത്തിയിരുന്നു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ധീര ബലിദാന ദിനമാണിന്ന്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ടാണ് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനെ CPM അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ ക്രൂരകൃത്യം നേരിട്ട് കണ്ട ഭൂരിഭാഗം പേരും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആഘാതത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. അന്ന് കൊലപാതകം നേരിട്ട് കണ്ട പാനൂർ സ്വദേശിനി ഷെസിന കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തിരുന്നു. പ്രിയപ്പെട്ട അധ്യാപകന്റെ കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഷെസിന മുക്തിയായിരുന്നില്ല. കൊല്ലപ്പെടുമ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു ടി ജയകൃഷ്ണൻ മാസ്റ്റർ. കൊലപാതകത്തെ അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കോടതി പോലും വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൂത്തുപറമ്പിലെ വസതിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കുകയാണ്. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് 25 വയസ്സ് പൂർത്തിയാകുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂത്തുപറമ്പിലെ വസതിയിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കുകയാണ്. BJP നേതാവ് PK കൃഷ്ണദാസ് ഉണ്ട്, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ തുടങ്ങിയവരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മിഥുൻ പിള്ള, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ 25ാമത് ബലിദാന ദിനം ഇപ്പോൾ ആചരിക്കുകയാണ്. ഇപ്പോൾ കൂത്തുപറമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിലുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അല്പ സമയത്തിനകം തന്നെ ആരംഭിക്കും. നമുക്കറിയാം, 1999 ഡിസംബർ 1-ാം തീയതിയാണ് ക്ലാസ് മുറിയിലിട്ട് വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് CPM-കാർ ഇത്തരത്തിൽ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം സംഘടനയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അന്ന് ആ ക്രൂരകൃത്യം നേരിട്ട് കണ്ട പല വിദ്യാർത്ഥികൾക്കും കാലങ്ങൾക്കിപ്പുറവും അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് മുക്തരാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ആ ഒരു കൊലപാതകം നേരിട്ട് കണ്ട ഷെസിന എന്ന് പറയുന്ന വിദ്യാർത്ഥിനി കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തതും നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, 2013-ൽ ഈ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിന പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന BJP പ്രവർത്തകർക്ക് നേരെ CPM നടത്തിയ ആക്രമത്തിൽ പയ്യന്നൂരിലെ വിനോദ് കുമാർ എന്ന BJP പ്രവർത്തകനും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ എപ്പോഴൊക്കെ ഈ ടി ജയകൃഷ്ണൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ട പരിപാടികളുണ്ടോ അതിനെയൊക്കെ തന്നെ അസഹിഷ്ണുതയോടുകൂടി CPM നേതൃത്വം നോക്കിക്കാണുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടക്കാൻ പോവുകയാണ്. BJP-യുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കേസരിയുടെ മുഖ്യപത്രാധിപരായ NR മധു, അതുപോലെ തന്നെ BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ, BJP-യുടെ സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത് തുടങ്ങിയ സദാനന്ദൻ മാസ്റ്റർ തുടങ്ങി പ്രമുഖരായ നേതാക്കന്മാരൊക്കെ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചന ആരംഭിക്കും. വിനോദ്. അതെ, ടി ജയകൃഷ്ണൻ മാസ്റ്റർ നമുക്കറിയാം, അദ്ദേഹം സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു. കൊച്ചുകുട്ടികളുടെ മുമ്പിൽ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം. അദ്ദേഹത്തിനെ കുട്ടികളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തു നിന്നും രക്തം ആ ക്ലാസ് മുറികളിലാകെ പടർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ് മുറിയിലെ ആ ബ്ലാക്ക് ബോർഡിൽ അദ്ദേഹം ഇരുന്നിരുന്ന ആ കസേരയിൽ, ആ കുട്ടികളുടെ മേശയിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ബെഞ്ചിലും ഡെസ്കിലുമെല്ലാം ചോര ചിതറിക്കൊണ്ട് വളരെ നിഷ്ഠൂരമായ കൊലപാതകം. കൊച്ചുകുട്ടികളുടെ മാനസിക നില പോലും തെറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു അന്ന് ക്ലാസ് മുറിയിൽ അരങ്ങേറിയത്. കേരളമാകെ ഞെട്ടിത്തരിച്ച ഒരു കൊലപാതകമായിരുന്നു അത്. അതിന് 25 വർഷം പൂർത്തിയാവുന്നു. മിഥുൻ പിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. കേസരിയുടെ മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധു, അതേപോലെ തന്നെ BJP നേതാക്കളായ PK കൃഷ്ണദാസ്,
സദാനന്ദൻ മാസ്റ്റർ, അതേപോലെ തന്നെ BJPയുടെ കണ്ണൂർ ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം സദാനന്ദൻ മാസ്റ്ററും CPMൻ്റെ ക്രൂരതയ്ക്ക് ഇരയായ ഒരു അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും നഷ്ടപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ വെപ്പുകാലിലാണ് നടക്കുന്നത്. അത് CPMൻ്റെ ക്രൂരമായ അക്രമത്തിന് ഇരയായ വ്യക്തി കൂടിയാണ് സദാനന്ദൻ മാസ്റ്റർ. ഇപ്പോൾ അവിടെ സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥനാ ചടങ്ങ് നടക്കുകയാണ്. തത്സമയ ദൃശ്യത്തിലേക്ക്. Hare Krishna, Krishna Krishna Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama
രാമ രാമ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ ഹരേ ഹരേ
कृष्ण 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 हरे 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 राम 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 हरे हरे राम राम हरे 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 कृष्ण 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 हरे हरे कृष्ण 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 हरे हरे കണ്ണൂരിലാണ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബലിദാനത്തിന് 25 വയസ്സ് പൂർത്തിയാവുന്നു. അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ അവിടെ എത്തിയിട്ടുള്ള നൂറുകണക്കിന് പ്രവർത്തകരും സാധാരണ പ്രവർത്തകരും പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം പുഷ്പാർച്ചന അർപ്പിക്കുന്ന നിമിഷമാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അവിടെ അനുസ്മരണ യോഗവും ചേരുന്നുണ്ട്. രോഹിണി. അതെ, വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടേത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പിഞ്ചു കുട്ടികളുടെ മുന്നിലിട്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അധ്യാപകനായിരുന്നു, ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു കൊടും കൃത്യം CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതുമാത്രമല്ല വിനോദ്, നമുക്കറിയാം അന്ന് ഈ കേസിലെ പ്രതികളെല്ലാം CPMകാരായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷവും 2013 ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഈ ബലിദാന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങുകയായിരുന്ന മറ്റൊരു BJP പ്രവർത്തകനായ വിനോദിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വർഷങ്ങളായി കണ്ണൂരിൽ നടന്നു വന്ന കൊലപാതക രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാ കൊലപാതകങ്ങൾക്കും അതിൻ്റേതായ വേദനയും അതിൻ്റേതായ വിങ്ങലും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ജയകൃഷ്ണൻ മാസ്റ്റർ കൊലപാതകമാണ് കേരളമൊട്ടാകെ വലിയ ചർച്ചയാവുകയും പിന്നീട് കണ്ണൂരിൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്താനുള്ള ചർച്ചകളിലേക്ക് സർക്കാർ തന്നെ മുൻകൈ എടുക്കുന്നത് ഇതിന് ശേഷമാണ് എന്ന് തോന്നുന്നു. എന്തായാലും കണ്ണൂരിൽ ഇപ്പോൾ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കുറച്ച് അറുതി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതെ, അത് മാത്രമല്ല വിനോദ്, നമുക്കറിയാം ഇതിന് സാക്ഷിയാകേണ്ടി വന്ന ആ കുട്ടികളുടെ മനസ്സ്, അവർ എത്രയോ കൗൺസിലിങ്ങിന് വിധേയമായി മാനസിക നില തന്നെ തെറ്റുന്ന സാഹചര്യത്തിലേക്ക് അതിലൊരു പെൺകുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അന്ന് അതിനെ വിശേഷിപ്പിച്ചത് ആയുധമെടുക്കാതെ കൊന്ന ഒരു ജീവൻ എന്ന് തന്നെയായിരുന്നു. ശരിയാണ്, കാരണം ഇതിന് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു എന്നുള്ളത് കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് വിനോദ്. കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. രാവിലെ ക്ലാസ് തുടങ്ങി ഏകദേശം ഇവരെല്ലാവരും ഇങ്ങനെ ക്ലാസ്സിൽ സജീവമായിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം അക്രമികൾ CPMകാർ ക്ലാസ്സിനുള്ളിലേക്ക് ഇരച്ചു പാഞ്ഞു കയറി വളരെ നിഷ്ഠൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതെ, ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ എത്രയോ സംഘപരിവാറിൻ്റെ സംഘാടകരെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അമ്മമാരുടെ മുമ്പിൽ, അച്ഛന്മാരുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ, അങ്ങനെയൊക്കെ ഈ കൊലപാതകം നടത്താൻ വരുന്നവർക്ക് അവർക്ക് യാതൊരു വിധമായ പരിഗണനയും ഇല്ലല്ലോ. അത് ക്ലാസ് മുറിയായാലും വീട്ടിനുള്ളിലായാലും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ മുമ്പിലായാലും ഒക്കെ അവരുദ്ദേശിച്ച ആളിനെ കൊലപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. ഇത്തരത്തിലുള്ള വലിയ നിലയിൽ കേരളത്തെ ആകെ വേദനിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടേത്. അദ്ദേഹം യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരിക്കെയായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹം വധിക്കപ്പെടുന്നത്. നമ്മൾക്കറിയാം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജയകൃഷ്ണൻ മാസ്റ്റർക്ക് അറിയായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിന് വലിയ വധഭീഷണിയുണ്ട്, ഏത് നിമിഷവും താൻ കൊല്ലപ്പെടാം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം തൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും 1 ഇഞ്ച് പുറകോട്ട് മാറാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം ആദർശം, താൻ മുന്നോട്ട് വെച്ച ആദർശത്തിന് വേണ്ടി ജീവൻ നൽകേണ്ടി വന്നാലും അതിനും തനിക്ക് മടിയില്ല എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തിന് മുമ്പിൽ
പുഷ്പാർച്ചന നടത്തുന്നത്. രോഹിണി. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇരയാകുന്നവർ, അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നവർ, ആശയം കൊണ്ട് നേരിടാൻ കെൽപ്പില്ലാത്തവരാണ് ഇത്തരത്തിൽ ആയുധമെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. എന്തായാലും അതിദാരുണമായ കൊലപാതകം. ഇന്ന് ആ ഓർമ്മകൾക്ക് 25 വയസ്സ് തികയുമ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനായി നൂറുകണക്കിന് പ്രവർത്തകരാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതെ, KT ജയകൃഷ്ണൻ മാസ്റ്റർ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലൊന്നും കണ്ണൂരിലൊന്നും ഇത്രമാത്രം ശക്തമായിരുന്നില്ല പ്രസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് മുമ്പിൽ ഭയപ്പാടോടുകൂടി നിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ വെല്ലുവിളിച്ച് തൻ്റെ ജീവനെ പോലും ബലി നൽകിയാണ് ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെയുള്ള എത്രയോ ആളുകൾ ജീവൻ ബലി നൽകിയാണ് ഇന്ന് ഈ പ്രസ്ഥാനം ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന് പിന്നീട് വന്നിട്ടുള്ള പ്രവർത്തകരുമൊക്കെ അദ്ദേഹത്തെ അനുസ്മരിക്കാനായി അങ്ങോട്ടേക്ക് കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി പ്രവർത്തകർ ഇപ്പോഴും നമ്മൾ 7:30 ആരംഭിച്ച പുഷ്പാർച്ചനയാണ് ഇപ്പോഴും അവസാനിക്കുന്നില്ല. നേതാക്കൾ മുതൽ സാധാരണ പ്രവർത്തകർ മുതൽ ആ നാട്ടിലുള്ള ആളുകൾ എല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ അവിടെ പുഷ്പാർച്ചന തുടരുന്നു. ഇതിന് ശേഷം ഇനിയും അവിടെ അനുസ്മരണ യോഗവും അവിടെ തന്നെയാണോ നടക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. മിഥുൻ പിള്ള, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ജയകൃഷ്ണൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടക്കുകയാണ്. ഇതിന് ശേഷം അനുസ്മരണ യോഗവും അവിടെ തന്നെയാണോ ചേരുന്നത്? കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, നമുക്കറിയാം KT ജയകൃഷ്ണൻ മാസ്റ്ററെ CPMകാർ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് 25 വയസ്സ് തികയുകയാണ്. ഇന്ന് ഈ 25ാം ബലിദാന ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടക്കുകയാണ്. നൂറുകണക്കിന് പേരാണ് ഈ ഒരു സ്മൃതി കുടീരത്തിലെ പുഷ്പാർച്ചനയ്ക്കായി ഇവിടെ എത്തിയത്. നമുക്കറിയാം BJPയുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. BJP ദേശീയ നിർവാഹക സമിതി അംഗമായ PK കൃഷ്ണദാസ്, സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത്, സദാനന്ദൻ മാസ്റ്റർ, അതുപോലെ തന്നെ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണൻ, അതുപോലെ തന്നെ BJPയുടെ വിവിധ ചുമതലകൾ വഹിക്കുന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഈ ഒരു ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ ചടങ്ങിനും അതുപോലെ തന്നെ പുഷ്പാർച്ചനയ്ക്കുമായി പാനൂരിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അല്പസമയത്തിനകം പുഷ്പാർച്ചന കഴിഞ്ഞ ശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടെ അനുസ്മരണ സാംഘികം നടക്കും. അത് പാനൂരിലെ സംഘ കാര്യാലയത്തിലായിരിക്കും ഈ അനുസ്മരണ സാംഘിക നടക്കുക. തുടർന്ന് വൈകുന്നേരം വിവിധ മണ്ഡലങ്ങളിൽ ഈ KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള പൊതുപരിപാടികൾ നടക്കുന്നുണ്ട്. ഇത്തവണ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിപാടി നടക്കുന്നത്. ഏതാണ്ട് 14 ഇടങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം പരിപാടികൾ നടക്കുന്നുണ്ട്. BJPയുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഇത്തവണ കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത്. നമുക്കറിയാം 2013 KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിന പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പയ്യന്നൂരിലെ വിനോദിനെയും CPMകാർ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം കേരള രാഷ്ട്രീയം ഇന്നേവരെ അല്ലെങ്കിൽ കേരള സമൂഹം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു KT ജയകൃഷ്ണൻ മാസ്റ്റർ കൊലപാതകം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അന്ന് കൊലപാതകം നേരിട്ട് കണ്ട കുട്ടികൾക്കൊക്കെ തന്നെ പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഒരു ആഘാതത്തിൽ നിന്ന് മോചനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വിനോദ്, അതെ, ധീരബലിദാനി ജയകൃഷ്ണൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന പുരോഗമിക്കുകയാണ്. വിനോദ, നമുക്കറിയാം ഇന്ന് ആ ധീരബലിദാനത്തിന് 25 വയസ്സ് തികയുമ്പോൾ CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം കൂടിയാണ് വെളിവാകുന്നത്. ജയകൃഷ്ണൻ മാസ്റ്റർ ആരായിരുന്നു, ഏതു രീതിയിലാണ് CPMകാർ കൊലപ്പെടുത്തിയത് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ ഉണ്ട്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് പോയതിനു ശേഷം തിരികെ എത്താം. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ ധീരബലിദാന ദിനമാണിന്ന്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ടാണ് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനെ CPM അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ ക്രൂരകൃത്യം നേരിട്ട് കണ്ട ഭൂരിഭാഗം പേരും
പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആഘാതത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. അന്ന് കൊലപാതകം നേരിട്ട് കണ്ട പാനൂർ സ്വദേശിനി ഷെസിന കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തിരുന്നു. പ്രിയപ്പെട്ട അധ്യാപകന്റെ കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഷെസിന മുക്തിയായിരുന്നില്ല. കൊല്ലപ്പെടുമ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു KT ജയകൃഷ്ണൻ മാസ്റ്റർ. കൊലപാതകത്തെ അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കോടതി പോലും വിശേഷിപ്പിച്ചത്. കൊലപാതക കേസിലെ പ്രതികളെ സുപ്രീം കോടതി വെറുതെ വിട്ടെങ്കിലും യഥാർത്ഥ പ്രതികൾ ആരൊക്കെയായിരുന്നുവെന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റിലായ പ്രതികൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതേ ഡിസംബർ 1 ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിന പരിപാടി കഴിഞ്ഞ് മടങ്ങിയ BJP പ്രവർത്തകനായ പയ്യന്നൂരിലെ വിനോദ് കുമാറിനെയും CPMകാർ കൊലപ്പെടുത്തിയിരുന്നു. പാനൂർ മൊകേരി ഈസ്റ്റ് AUP സ്കൂൾ അധ്യാപകനായിരുന്ന ജയകൃഷ്ണൻ മാസ്റ്ററെ 1999 ഡിസംബർ മാസം 1 രാവിലെ 10:40 സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെയാണ് CPM അക്രമി സംഘം ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. ജനം, കണ്ണൂർ.